വെളിയങ്കോട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. JCB ഉപയോഗിച്ചാണ് മണൽത്തിട്ട നീക്കം ചെയ്യുന്നത്. മണൽത്തിട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് മാട്ടുമ്മൽ പ്രദേശത്ത് വൻ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് സത്വര നടപടി. ശക്തമായ കടലേറ്റത്തെയും കാലവർഷത്തെയും തുടർന്ന് വെളിയങ്കോട് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിനായി JCB ഉപയോഗിച്ചുള്ള മണ്ണുമാറ്റൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അഴിമുഖം ഭാഗികമായി അടഞ്ഞതിനെ തുടർന്ന് കടലിലേക്കുള്ള ജലപ്രവാഹം തടസ്സപ്പെടുകയും പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. അഴിമുഖം അടഞ്ഞതുമൂലം പുഴയിലെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാൻ കഴിയാതെ വിവിധ ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. മഴ ശക്തമായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജനപ്രതിനിധികളും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് അഴിമുഖം തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒരു മാസവും ഇതേ രീതിയിൽ അഴിമുഖത്തെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട് പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. ഇതേ തുടർന്ന് പൊന്നാനി MLA KP നൌഷാദ് അലിയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് മണ്ണ് JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. കടലിലേക്കുള്ള സ്വാഭാവിക ജലപ്രവാഹം പുനഃസ്ഥാപിക്കുന്നതിനും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുമാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സുധ, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രബിത, മെമ്പർമാരായ നൌഫൽ പൂക്കേത, മഹേഷ്, റസീന, പൊന്നാനി തഹസിൽദാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. വെളിയങ്കോട് പഞ്ചായത്തിന്റെ 21-ാം വാർഡിൽ മാട്ടുമ്മൽ അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടതിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസവും ഇതേപോലെ മണൽത്തിട്ട രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് മണൽത്തിട്ട നീക്കം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഇറിഗേഷനും താലൂക്ക് തഹസിൽദാർ അടക്കമുള്ള ഒരു വന്നിട്ട് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ശ്രമമായിട്ട് മണൽത്തിട്ട കഴിഞ്ഞ മാസത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ വേലിയേറ്റം ഉണ്ടായി കടലാക്രമണം രൂക്ഷമായ ഒരവസ്ഥയിൽ വീണ്ടും അതേ മണൽത്തിട്ട ഇവിടെ രൂപപ്പെടുകയും കഴിഞ്ഞ ദിവസം തഹസിൽദാരടക്കമുള്ള ഇവർ ഇവിടെ സന്ദർശിക്കുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായും കളക്ടറുമായും ബന്ധപ്പെട്ട് അടിയന്തര സ്വഭാവത്തോടുകൂടി ഈ മണൽത്തിട്ട JCB ഉപയോഗിച്ചിട്ട് മാറ്റാനുള്ള നടപടികൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി ഈ മണൽത്തിട്ട പൂർണ്ണമായും ഇവിടുന്ന് നീക്കം ചെയ്ത് കാഞ്ഞിരപ്പുഴ ഗതിമാറി ഒഴുകുന്നത് സ്ഥായിയായി എങ്ങനെയാണോ ഒഴുകിയിരുന്നത് അതുപോലെ ഒഴുക്ക് നേരെയാക്കാനുള്ള ശ്രമത്തിലാണ് ഇറിഗേഷനും നാട്ടുകാരും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, തഹസിൽദാർ, മറ്റുള്ള എല്ലാ വകുപ്പുകളും, സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും ഇവിടുത്തെ വാർഡ് കൗൺസിലർ അടക്കമുള്ള എല്ലാവരും കൂടെ ഒത്തൊരുമയോട് നിന്നിട്ട് പ്രത്യേകിച്ച് ഈ പൊന്നാനി പുതുപൊന്നാനി ഭാഗത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൂടെ ഇതിലുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ ജനങ്ങളും ഒന്നായിട്ട് ഒരു നാടിനെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിലുണ്ട്. ഇവിടുത്തെ ഈ മണൽത്തിട്ട രൂപപ്പെട്ടത് മൂലം നമ്മുടെ പഞ്ചായത്തിനകത്ത് പല വാർഡുകളിലും വീടുകളിലേക്ക് വെള്ളം കയറുകയും അതുമൂലം പല ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഒരു പരിഹാരം, ശാശ്വത പരിഹാരമല്ലെങ്കിലും ഒരു ചെറിയൊരു ആശ്വാസമാവും ഈ മണൽത്തിട്ട ഇവിടുന്ന് നീക്കം ചെയ്താൽ. പുതുപൊന്നാനി പുഴ അറബിക്കടലിൽ പതിക്കുന്ന പുതുപൊന്നാനി അഴിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയുടെയും അതുപോലെ തന്നെ കടൽക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മണൽത്തിട്ട രൂപപ്പെട്ട കാരണം കൊണ്ട് ഈ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ നല്ല രീതിയിൽ ബാധിക്കുകയും അതിന്റെ ഭാഗമായി കടവനാട് അതുപോലെ തന്നെ മാറഞ്ചേരി, വെളിയങ്കോട് എന്നീ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം നല്ല രീതിയിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കം അവിടെ നിന്ന്, അതായത് വെള്ളത്തിന്റെ ഈ സ്വാഭാവികമായ ഒഴുക്കില്ലാത്തത് കൊണ്ടാണ് അവിടെ എല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതിപ്പോൾ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇറിഗേഷന്റെയും അതുപോലെ തന്നെ വെളിയങ്കോട് പഞ്ചായത്തിന്റെയും അതുപോലെ പൊന്നാനി നഗരസഭയുടെയും സപ്പോർട്ടോടുകൂടി ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടെ നമ്മൾ ഹിറ്റാച്ചി പോലെയുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ആ മണൽത്തിട്ട നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിലവില് നമ്മള് ഈ പ്രശ്നം കാണിച്ചുകൊണ്ട് കളക്ടർക്ക് വെളിയങ്കോട് പഞ്ചായത്ത് പരാതിയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് മെയിൽ അയച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ലെവലിൽ നിന്ന് കേരള സർക്കാരിന്റെ ലെവലിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ കളക്ടർക്ക് നിർദ്ദേശം പരാതി ആയിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിന് താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ചെയ്യുന്നത്. ഇവിടെ ഇറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഈ മണൽത്തിട്ട പൂർണ്ണമായും ഇന്ന് നീക്കം ചെയ്തിരിക്കും. Josco Jewelers, Main Road, Chavakad.